നമസ്കാരം. SSC GDയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എങ്ങനെയാ, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒട്ടും നിങ്ങൾ ആശങ്കയൊന്നും വേണ്ട, നന്നായി പഠിക്കുക. നമ്മൾ ഇന്ന് റീസണിങ്ങിലെ വെൻ ഡയഗ്രം എന്നൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. SSC GDയുടെ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ കഴിഞ്ഞ ഷിഫ്റ്റ് 63 ഷിഫ്റ്റുകൾ പരിശോധിച്ചാൽ എല്ലാ ഷിഫ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ വന്ന ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, വെൻ ഡയഗ്രംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെൻ ഡയഗ്രംസ് ആണ്. അപ്പൊ ഈ ക്ലാസ്സിന് ശേഷം വെൻ ഡയഗ്രംസിനെ കുറിച്ച് ഒരു ഡൗട്ടും നമ്മുടെ ഒരു കുട്ടികൾക്കും ഉണ്ടാവില്ല. എല്ലാവരും കൃത്യമായും ആ ഒരു മാർക്ക് കരസ്ഥമാക്കിയിരിക്കും, ഉറപ്പാണ്. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. അവസാനം വരെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്ലാസ് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ ഏകദേശം 10-45ഓളം ക്ലാസ്സുകളായി കഴിഞ്ഞു SSC GDയുടെ. കേരളത്തിൽ തന്നെ ആർക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തികച്ചും സൗജന്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ SSC GDയുടെ ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എല്ലാ ആളുകൾക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന ചിന്തയോടുകൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ആകെയുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്, നിങ്ങളുടെ ഒരു എന്താ പറയുന്ന ഷെയർ ആണ്, ലൈക്ക് ആണ്. അപ്പൊ എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും എക്സാമിന് പ്രാധാന്യമുള്ള വെൻ ഡയഗ്രം എന്ന ടോപ്പിക്കിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് എന്താണ് വെൻ ഡയഗ്രം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യം വെൻ ഡയഗ്രം എന്താണ്? വെൻ ഡയഗ്രം ഈസ് എ വേ ഓഫ് പിക്ചറിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് തിങ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വെൻ ഡയഗ്രം എന്താണ്? ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെൻ ഡയഗ്രംസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോളൂ? പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ. ചില ആൾക്കാരെങ്കിലും വെൻ ഡയഗ്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് സ്കൂൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ +2-നൊക്കെ സയൻസ് എടുത്ത് പഠിച്ചിട്ടുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും എന്താണ് വെൻ ഡയഗ്രം. എന്താണ്? പിക്ചോറിക്കൽ ആയിട്ട് സെറ്റുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് വെൻ ഡയഗ്രം എന്ന് കേട്ടിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഈ പിക്ചോറിംഗ് ഡിഫറെന്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്. അപ്പം ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഫുട്ബോൾ ഇഷ്ടമുള്ളവരുടെ ഒരു ഗ്രൂപ്പ്. എന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് ക്രിക്കറ്റും ഇഷ്ടമാണ്, ഫുട്ബോളും ഇഷ്ടമാണ്. അപ്പൊ അവരെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ വെൻ ഡയഗ്രത്തിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ അറിയുന്ന ആൾക്കാര് 30 പേര്, ഫുട്ബോൾ കളിക്കാൻ അറിയാവുന്നവര് 40 പേര്, ക്രിക്കറ്റും ഫുട്ബോളും കൂടെ അറിയാവുന്നവർ ഒരു 10 പേര്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും അറിയാത്തവർക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്താണ് വെൻ ഡയഗ്രം എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്താണ് വെൻ ഡയഗ്രം? പിക്ചോറിക്കൽ ആയിട്ട് ചില സെറ്റുകളെ അല്ലെങ്കിൽ ഇത്തരം ഒബ്ജക്റ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, വെൻ ഡയഗ്രംസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം ഞാൻ നിങ്ങളെ അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു സെനാരിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. എന്താണ് ആ സെനാരിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ ആർ ആൾസോ മെമ്പേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇതിനെ പിക്ചോറിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ എന്ന് പറയുമ്പോൾ എയിലെ എല്ലാ മെമ്പേഴ്സും ബിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഈ ഡയഗ്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ഈ ഡയഗ്രം? ആദ്യം ബി വരയ്ക്കുന്നു. ഓക്കെ, ബി വരച്ചിട്ട് ബിക്ക് അകത്താണ് ആരെ വരച്ചേക്കുന്നത്? എ വരച്ചേക്കുക. അതിലെ എയിലെ എല്ലാ മെമ്പേഴ്സും എവിടെയുണ്ട്? ബിയിലുണ്ട്. അപ്പൊ എയ്ക്ക് അകത്ത് വരുന്ന ഒരാൾ, ബിക്ക് അകത്ത് വരുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? എ. കണ്ടോ? റെപ്രസെന്റ് ചെയ്ത്. അപ്പൊ ഓൾ എന്ന് പറഞ്ഞപ്പോ റെപ്രസെന്റ് ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, മറ്റൊന്നും വേണ്ട. അടുത്ത ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് സം. ഓക്കെ, സം എന്നൊരു വേർഡ്. അപ്പൊ ഓക്കെ, കഴിഞ്ഞതിനകത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഓൾ എന്ന് പറയുന്ന ഒരു വേർഡ് ആണെങ്കിൽ, ഓൾ എന്ന് പറഞ്ഞപ്പം റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്? സം എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ബി, കുറച്ച് ബി എ ആണ്. അപ്പൊ ബി എന്ന് പറയുന്ന ഒരു സെറ്റും എ എന്ന് പറയുന്ന സെറ്റും തമ്മിൽ കണക്ട് ചെയ്ത് ബിയിലെ കുറച്ച് ആൾക്കാർ എന്താണ്? എ ആണ്. അതുകൊണ്ട് അവരെ തമ്മിൽ കണ്ട സം എന്ന് പറഞ്ഞപ്പോ അവർ തമ്മിൽ ഒരു കുറച്ച്, സം എന്ന് ഉദ്ദേശിച്ച് എല്ലാരും എന്നർത്ഥം ഇല്ലല്ലോ. ഓക്കെ, ക്ലിയർ ആണേ? അപ്പൊ സമ്മിന്റെ ഡയഗ്രം ഒന്ന് മനസ്സിലായല്ലോ. ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നോ മെമ്പേഴ്സ് ഓഫ് എ ആർ മെമ്പേഴ്സ് ഓഫ് ബി. ബിയിലെ ആരും തന്നെ എയിലെ മെമ്പേഴ്സ് അല്ല എന്ന് പറയുമ്പോ അതിനെ നമ്മൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, അല്ലെ, ബി വരച്ചു, പിന്നെ ആരെ വരച്ചു? എ വരച്ചു. കണ്ടോ പ്രസന്റ് ചെയ്യുന്ന രീതി? അപ്പൊ ഞാൻ പറഞ്ഞു, ആള് പറഞ്ഞു, സമ്മ് പറഞ്ഞു, നോ എങ്ങനെ വരയ്ക്കുന്നതെന്ന് കണ്ടു. മനസ്സിലായല്ലോ? മനസ്സിലാവാത്ത ആരുമില്ലല്ലോ. ഇനി ചില ടൈപ്പുകൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം.
when all the items in the question belong from the different group. നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കും മക്കളെ. പെന്ന്, ബുക്ക്, കീബോർഡ്. പെൻ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആണ്, ബുക്ക് എന്ന് പറയുന്ന മറ്റൊരു ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആണ്, കീബോർഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും പറയത്തില്ല സം കീബോർഡ്സ് ആർ ബുക്സ് അല്ലെങ്കിൽ സം പെൻസ് ആർ ബുക്ക് എന്നും നമ്മൾ പറയാറില്ലല്ലോ. അപ്പൊ ഇത് 3 ഡിഫറെന്റ് ഒബ്ജക്ട്സ്. അപ്പൊ 3നെ ഞാൻ ഡിഫറെന്റ് ആയിട്ടല്ലേ വരച്ചേക്കുന്നത്. ആ ഡയഗ്രം നിങ്ങൾ ശ്രദ്ധിച്ചപ്പം കത്തിയോ അത്? ഇനി അടുത്ത ഒരു ഡയഗ്രം ഞാൻ നിങ്ങളെ കാണിക്കുവാണേ. Type 2. When the first item is related with the second item and the second item is related with the third item. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, എന്താണ് ഒരു ടൗൺ. ഈ ടൗൺ എവിടാണ്? ഒരു സ്റ്റേറ്റിനകത്താണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു കൺട്രി. ശരിയല്ലേ? ഇപ്പൊ ഒരു കൺട്രിക്കകത്താണ് എപ്പോഴും എന്ത് വരുന്നത്? ഒരു സ്റ്റേറ്റ് വരുന്നത്. ശരിയല്ലേ? ആ സ്റ്റേറ്റിനകത്താണ് മറ്റൊരു സിറ്റി വരുന്നത്. ശരിയല്ലേ? അപ്പോ ഞാൻ ഈ പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ എക്സാമ്പിളിൽ തന്നെ കാണിച്ചു തരാം. ഇന്ത്യക്കകത്ത് കേരള വരുന്നു. ഓക്കെ, കേരളക്കകത്ത് ട്രിവാൻഡ്രം വരുന്നു. തർക്കമുണ്ടോ? അപ്പൊ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഇന്ത്യ, കേരള, ട്രിവാൻഡ്രം എന്ന് തന്നാൽ നമ്മൾ ഇങ്ങനല്ലേ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യക്കകത്താണ് കേരളം വരുന്നത്, കേരളത്തിനകത്താണ് ആര് വരുന്നത്? ട്രിവാൻഡ്രം വരുന്നത്. ഇസ് വെരി ക്ലിയർ. ഓക്കെ, ടൈപ്പ് 2 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താണ്? When the two items in the question are different from each other but related to a third item. ഞാൻ നിങ്ങളെ ഈ ഡയഗ്രം കാണുന്നവർക്ക് മനസ്സിലാവും. ആനിമൽ എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിനകത്ത് വരുന്ന 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് ആനിമൽ എന്നുള്ളതിനകത്ത് വരുന്ന ഒരാളാണ് ജിറാഫ്, ഒരാളാണ് ആരെന്ന് പറഞ്ഞ മങ്കി. അപ്പൊ മങ്കിയും ജിറാഫും ആനിമൽസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷെ രണ്ടും 2 ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് സെറ്റുകളാണ്. അതുകൊണ്ട് അവരെ ഞാൻ എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻസ് കൊടുത്ത്. അപ്പൊ ആ ഡയഗ്രം കണ്ടപ്പോ അത് മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത്. When two items are completely different from each other but are slightly linked but not completely with the third item. ഈ ഡയഗ്രം നോക്കൂ മക്കളെ. എന്താണ്? സ്റ്റുഡൻസ്. സം സ്റ്റുഡൻസ് ആർ ബോയ്സ്. ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ഇന്റർലിങ്ക് ചെയ്ത് ചെറുതായിട്ട് വരച്ചത്. സം ഗേൾസ് ആർ സ്റ്റുഡൻസ്. നമ്മൾ ഒരിക്കലും സം ബോയ്സ് ആർ ഗേൾസ് അല്ലെങ്കിൽ സം ഗേൾസ് ആർ ബോയ്സ് എന്ന് പറയില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. ബട്ട് സം സ്റ്റുഡൻസ്, some boys are students, some girls are students. അതുകൊണ്ടാണ് അവരെ എന്ത് ചെയ്തത് ഇങ്ങനെ ഇന്റർലിങ്ക് ചെയ്ത് വരച്ചിരിക്കുന്നത്. കത്തിയോ? ഇനി അടുത്തത്. അപ്പൊ ചില ഡയഗ്രാംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതാണ്. when all the items are slightly interlinked with each other എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണേ. ഡോക്ടർ, ടീച്ചർ, മ്യൂസീഷ്യൻ. some musicians are teachers, some doctors are teachers, some teachers are doctors, some musicians are teachers as well as doctors. അപ്പൊ ഇങ്ങനെ വരുമ്പോ 3 കൂടെ കണക്ട് ചെയ്ത് വരുമ്പോ ഓക്കെ അതെ, ഡോക്ടർ, ടീച്ചർ, മ്യൂസീഷ്യൻ. അപ്പൊ ഈ ഏരിയ ഇത് ബോത്ത് 3 കൂടെ കയറി വരുന്ന ഏരിയ ഞാൻ ഷെയ്ഡ് ചെയ്തത് ഏതാണ്? സം ഡോക്ടേഴ്സ് ആർ ടീച്ചേഴ്സ് ആസ് വെൽ ആസ് മ്യൂസീഷ്യൻസ്. ഓക്കെ, ഈസ് ക്ലിയർ. അപ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് ഞാൻ പല രീതിയിൽ ഇപ്പൊ ഡയഗ്രാംസ് നിങ്ങളെ വരച്ചു കാണിച്ചു. അപ്പൊ ഈ ഡയഗ്രത്തിനകത്ത് ഓൾ എന്നുള്ളൊരു കണ്ടീഷൻ വന്നു, സം എന്നൊരു കണ്ടീഷൻ വന്നു, നോ എന്നൊരു കണ്ടീഷൻ വന്നു. ഇതിനെ പല രീതിയിൽ പ്രയോഗിച്ചതാണ് ഞാൻ ഡയഗ്രത്തിൽ നിങ്ങളെ കാണിച്ചത്. എന്റെ കൂട്ടുകാരെല്ലാം എന്ത് ചെയ്യുക, ഈ നോട്ട് കൃത്യമായി ഞാൻ ആ പറയുന്ന ഓർഡറിൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ ശ്രമിക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് എമോങ് ദ ഗിവൺ ക്ലാസസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറഞ്ഞാൽ സിസ്റ്റർ, മദർ, ബ്രദർ. നിങ്ങൾ പറ എന്താണ്? സം സിസ്റ്റേഴ്സ് ആർ മദേഴ്സ്. പക്ഷെ ബ്രദർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സംഭവമല്ലേ? ശരിയാണോ? ശരിയാണോ? ആണല്ലോ. അപ്പോ ഇതിനകത്ത് ഏത് വരും? ഒന്നാമത്തെ വരുമോ? ഒന്നാമത്തെ 3 തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണ് കാണിച്ചേക്കുന്നത്. ശരിയല്ലേ? മൂന്നാമത്തെ 3 തമ്മിൽ ബന്ധം ഉണ്ടെന്നാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഒന്നിനകത്ത് വരുന്ന ആളാണ് ഇത്, മറ്റേ ആളുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ? സം സിസ്റ്റേഴ്സ് ആർ മദർ. പക്ഷെ ബ്രദർ ഇതുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? മാറി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഏതാ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. മനസ്സിലായോ? അവിടെ സമ്മും ഓക്കെയാണ്, ബ്രദർ നോയ എന്നുള്ള കണ്ടീഷനും മാറി നിൽക്കുകയാണ്. ക്ലിയർ ആണേ? അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വെൻ ഡയഗ്രാം ബെസ്റ്റ് ഇല്ലസ്ട്രേറ്റ് ദ 3 ക്ലാസസ് റോംബസ്, ക്വാഡ്രിലാറ്ററൽ, പോളിഗൺ. നിങ്ങൾ പറ എന്താണ് പറയുന്നത്? റോംബസ് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് അറിയാമല്ലോ. റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ക്വാഡ്രിലാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് പോളിഗൺ ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഏത് ഡയഗ്രാം വരും? നമുക്ക് ആദ്യം വരുന്നത് റോംബസ് ആണ്.
അത് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് എന്താണ്? എല്ലാ റോംബസുകളും എന്താണ്? ക്വാഡ്രിലാറ്റേഴ്സ് ആണ് അല്ലെ? ആൾ റോംബസ് ആർ ക്വാഡ്രിലാറ്റർ. അപ്പൊ ആ ഡയഗ്രാം, ഓളിന്റെ ഡയഗ്രാം ഇങ്ങനെയാ വരുന്നത്. ഓൾ ക്വാഡ്രിലാറ്റേഴ്സ് ആർ പോളിഗൺ. അപ്പൊ ഏതാ ഡയഗ്രാം വരുന്നത്? ഈസ് ക്ലിയർ. ഫസ്റ്റ് ഡയഗ്രാം ആണ് റൈറ്റ് ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് എമോങ് ദ ക്ലാസസ് ഗിവൺ ബിലോ എലിഫന്റ്സ്, ലയൺ ആൻഡ് ആനിമൽസ്. പറ, ഏതാണ് വരുന്നത്? ഇവിടെ ഡയഗ്രത്തിന്റെ ഷേപ്പ് സർക്കിൾ അല്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ഡയഗ്രത്തിൽ ഒരെണ്ണം ഉണ്ട്. ഇത് എന്താണ്? ആനിമൽസ്. ഇത് ഒരെണ്ണം എലിഫന്റും, എലിഫന്റ് വേറൊരു കാറ്റഗറിയാണ്, ലയൺ മറ്റൊരു കാറ്റഗറിയാണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയായിരുന്നോ? ഓക്കെ. അടുത്തത്, which of the following diagram represent the relationship among male father and advocates? എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? all fathers are males. കറക്റ്റ് ആണോ? അപ്പൊ all എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ വരും. എന്നിട്ട് എന്താണ് വരുന്നത്? some fathers or males are advocates. കറക്റ്റ് അല്ലേ? കുറച്ച് പുരുഷന്മാരും അഡ്വക്കേറ്റ്സ് ആവാം, ഫാദർ ആയിട്ടുള്ള പുരുഷന്മാരും എന്താവാം? അഡ്വക്കേറ്റ്സ് ആവാം. അപ്പൊ നമുക്ക് ഏതാ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇതെന്ന് പറഞ്ഞാൽ മൂന്നും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മെയിലിനകത്ത് ഫാദർ അഡ്വക്കേറ്റ് അങ്ങനെ വന്നാലും ഇത് തെറ്റാണ്. ഇതെന്താണ്? രണ്ടെണ്ണം ഇന്റർലിങ്ക്ഡ് ആണ്, ഒരെണ്ണമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാ പറയുന്നത്. ഇതും ഓക്കെ അല്ല. അപ്പൊ ഏതായിരിക്കും? ഇതായിരിക്കും വരുന്നത്. കാരണം എന്താണ്? നിങ്ങൾ നോക്കൂ, ഇപ്പോ ഫാദർ ഇവിടെ വന്നു, മെയിൽ ഇവിടെ വന്നു. ഇതെന്താണ്? അഡ്വക്കേറ്റ്സ്. സം മെയിൽ ഫാദേഴ്സ് ആർ അഡ്വക്കേറ്റ്സ്. ഇസ് ക്ലിയർ? കത്തിന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നിങ്ങൾ തന്നെ പറയണം. ഇത് വെൻ ഡയഗ്രത്തിൽ തന്നെ ചില റെപ്രസെന്റേഷൻസ് കൊടുത്തിട്ട് ചില ഓരോ സെറ്റുകൾ, ഇപ്പം ദ ഡയഗ്രാം ബിലോ റെപ്രസെന്റ് ദ സ്റ്റഡി ഹു ദ സ്റ്റുഡൻസ് ഹു സ്റ്റഡി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഈ ഡയഗ്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത് ഫിസിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനെയും കെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻസിനെയും മാത്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനെയും ആണ്. The diagram and identify the region which represents students who study both physics and chemistry പഠിക്കുന്ന സ്റ്റുഡൻസ് ആരാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് കെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇതാണ് ഫിസിക്സ് പഠിക്കുന്നത്. അപ്പൊ രണ്ട് സർക്കിളിലൂടെ ഇന്റർലിങ്ക് ചെയ്ത് വരുന്നത് എന്താണ്? അപ്പൊ ഇതല്ലേ സ്റ്റുഡൻസ് ഹു സ്റ്റഡി ബോത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബട്ട് നോട്ട് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് വരാൻ പാടില്ല. അപ്പൊ ആര് വരത്തില്ല? യു വരത്തില്ല. യുവിന്റെ പ്രത്യേകത എന്താ? സ്റ്റുഡൻസ് സ്റ്റഡി ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. ഇവിടെ എന്താ? സ്റ്റുഡൻസ് സ്റ്റഡി ഓൺലി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. സോ ദ ആൻസർ ഈസ് ടി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് പേഴ്സൺ then how many youth graduates are there? യൂത്ത് ഗ്രാജുവേറ്റ്സ് എത്ര പേരുണ്ടെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ യൂത്ത് ഉണ്ട്, ഗ്രാജുവേറ്റ്സ് ഉണ്ട്, അവർ 20 പേരുണ്ട്. ക്ലിയർ ആണേ? അതിന്റെ ഒപ്പം എംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത് ഗ്രാജുവേറ്റ്സ് ആണ് ഈ കിടക്കുന്നത്. എംപ്ലോയിഡ് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സോ ദ ആൻസർ ഈസ് 20 + 10 അല്ലേ വരുന്നത്, അതായത് 30 വരും. കാരണം ഓൺലി യൂത്ത് ഗ്രാജുവേറ്റ്സ് ആയിരുന്നേ 20 ഉള്ളായിരുന്നു. ക്വസ്റ്റ്യനകത്ത് ഹൗ മെനി യൂത്ത് ഗ്രാജുവേറ്റ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എംപ്ലോയിഡ് ആയിട്ടുള്ളവർ വരരുത് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ യൂത്ത് ഗ്രാജുവേറ്റ്സ് ഓൺലി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 20 + 10 30 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ വെൻ ഡയഗ്രാം ബിലോ ഷോസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു അറ്റൻഡ് ദ സെമിനാർ ഓൺ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. 4 സെറ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. പല ഡയഗ്രാംസ് ഏതാണ്? റെക്ടാംഗിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ട്രയാംഗിൾ ഉണ്ട്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു അറ്റൻഡ് എക്സാക്ട്ലി എനി ടു? 2 സെമിനാർ. അപ്പൊ 2 ഡയഗ്രത്തിൽ കോമൺ ആയിട്ട് വരുന്നതിനെ മാത്രമേ എടുക്കാവൂ. നോക്കൂ, ഇവിടെ നോക്കടാ, 7 സർക്കിളിലും റെക്ടാംഗിളിലും മാത്രമല്ലേ ഉള്ളടാ. 5 ഈ 2 റെക്ടാംഗിളിലും മാത്രമല്ലേ ഉള്ളൂ. 10 നോക്കാലോ. കാര്യം എന്താ? ഇവൻ ഈ ട്രയാംഗിളും റെക്ടാംഗിളിലൂടെ മാത്രമല്ലേ ഉള്ളൂ. 14 നോക്ക്, 14 ഇവൻ സർക്കിളും റെക്ടാംഗിളും മാത്രമല്ലേ ഉള്ളൂ. 4 എടുത്തില്ല. എന്താ ഈ 4 എടുക്കാത്തതിന്റെ കാര്യം എന്താടാ? ഇവൻ സർക്കിളിലും ഉണ്ട്, ഈ റെക്ടാംഗിളും ഉണ്ട്, ഈ റെക്ടാംഗിളും ഉണ്ട്. 2 എന്താ എടുക്കാഞ്ഞ്? ഇവൻ സർക്കിളിലും ഉണ്ട്, റെക്ടാംഗിളിലും ഉണ്ട്, ട്രയാംഗിളും ഉണ്ട്. 3 എണ്ണം വരുന്ന പാടില്ല. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര? 5 + 7 + 10 + 14 24 29 36 ഈസ് ദ റൈറ്റ് ആൻസർ. ആൻസർ 36 ആണ്. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ. In the diagram given below, which letter represents the students who play cricket as well as football and 3 കൂടെ ഉൾപ്പെടുന്ന 3 സെറ്റ്? ഹോക്കിയിലും
ഫുട്ബോളിലും ക്രിക്കറ്റിലും ഉൾപ്പെടും. അപ്പൊ മൂന്നേം കൂടെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന എസ് അല്ലേ? ശരിയല്ലേ? ആൻസർ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റി, എസ്. അപ്പൊ എന്താ അടുത്ത? ഇൻ ദ ഫോളോയിങ് ഫിഗർ ട്രയാങ്കിൾ റെപ്രസെന്റ്സ് ദ ടീച്ചേഴ്സ്, സ്ക്വയർ represent merchants, and a circle represent social. Which number space represent teachers who are social workers? Teachers who are social workers. അപ്പം നമുക്ക് ഒരു ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്ന ടീച്ചറിനെയാണ്. ഓക്കെ, ട്രയാങ്കിൾ. സ്ക്വയർ റെപ്രസെന്റ് മർച്ചന്റ്സ്, സ്ക്വയർ മർച്ചന്റ്സിനെയാണ്. സർക്കിൾ റെപ്രസെന്റ് സോഷ്യൽ വർക്കേഴ്സ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. അപ്പോ ടീച്ചേഴ്സ് who are teachers who വളരെ ഇമ്പോർട്ടന്റ് ആണ്. who are social workers. ഇപ്പൊ ടീച്ചേഴ്സും സോഷ്യൽ വർക്കേഴ്സും കൂടെ മാത്രം വരുന്ന ആരാ? രണ്ട് മാത്രമല്ലേ ഉള്ളൂ. ടീച്ചേഴ്സ് ആയിരിക്കണം. who are social workers എന്ന് പറഞ്ഞാൽ ആരാ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. തെറ്റിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ വിച്ച് ലെറ്റർ റെപ്രസെന്റ് ദോസ് നഴ്സസ് who are doctors as well as pharmacists? നിങ്ങൾ പറ, ഏത് ലെറ്റർ ആണ് നഴ്സസ് who are doctors as well as നഴ്സസും ഉണ്ട്, ഫാർമസിസ്റ്റും ഉണ്ട്, ഡോക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടെ വരുന്നത് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാരാണ്? ആറാണ് റൈറ്റ് ഉത്തരമായിട്ട് വരുന്നത്. കത്തിയോ? അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പോ താങ്ക് യു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, SSC GD എക്സാമിനകത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഷിഫ്റ്റുകൾ എല്ലാം പരിശോധിച്ചാൽ അതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ കിട്ടാത്തവർ നമ്മുടെ ടെലഗ്രാം ചാനലിലോട്ട് വന്നോ, അവിടെ ഉണ്ട്. നമ്മുടെ ഇതിന്റെ യൂട്യൂബിന്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ടെലഗ്രാം ചാനൽ ലിങ്ക്, അവിടെ കയറി നോക്കിക്കോ. അവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഞാൻ റീസണിങ് ഇട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് ഇട്ടിട്ടുണ്ട്, QA ഇട്ടിട്ടുണ്ട്, ജനറൽ അവയർനെസ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ കാണാനായിട്ട് സാധിക്കും. അപ്പൊ മസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് തന്നെ പരീക്ഷയ്ക്ക് പോകണം. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ.